നമസ്കാരം. കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൽഫ് ലൈല വലൈല 1001 രാത്രികൾ എന്ന ഗ്രന്ഥത്തിലെ ഒരു കഥയാണ് പറയുന്നത്. ഇതിന് അറേബ്യൻ നൈറ്റ്സ് എന്നും പറയും. അറേബ്യൻ നൈറ്റ്സിലെ ഒരു ചെറിയ ഒരു കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. തുടങ്ങാം. പണ്ട് അറേബ്യയിലെ ഒരു ഗ്രാമത്തിൽ ഒരാൾ കുറേ കോഴികളെ വളർത്തി. ആ കൂട്ടത്തിൽ ബുദ്ധിമാനായ ഒരു പൂവൻ കോഴി ഉണ്ടായിരുന്നു. നമ്മൾ പൂവൻ കോഴിയെ കണ്ടിട്ടില്ലേ? അങ്ങനെ ആ കോഴിക്കൂട്ടത്തിൽ ഒരു കോഴി നല്ല ബുദ്ധിമാനായിരുന്നു. ബുദ്ധിമാനാണെങ്കിൽ എന്തു പറ്റും? സ്വാഭാവികമായും എല്ലാവരും നമ്മളെ നേതാവാക്കും. മറ്റു കോഴികളെല്ലാം ബുദ്ധിമാനായ പൂവൻ കോഴിയെ തങ്ങളുടെ നേതാവാക്കി. പുള്ളിയായിരുന്നു ആ കോഴികളുടെ എല്ലാം ലീഡർ. കോഴികൾക്കിടയിലുണ്ടാകുന്ന വഴക്കും തർക്കവും എല്ലാം പരിഹരിച്ച് എല്ലാവരും കൂട്ടുകൂടി പൂവൻകോഴി സുഖമായി താമസിച്ചു. പൂവൻകോഴിയല്ലേ നേതാവ്. അപ്പം എന്ത് വഴക്കുണ്ടായാലും പൂവൻകോഴി അത് പരിഹരിക്കും. ഒരു ദിവസം പൂവൻകോഴി കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങി ചുറ്റി നടക്കുകയായിരുന്നു. വിശന്നപ്പോൾ തറയിൽ കിടന്ന ധാന്യങ്ങൾ കുറച്ച് ധാന്യം കോഴികളെങ്ങനെ തിന്നുന്ന നിലത്ത് കിടക്കുന്ന കൊത്തി തിന്നില്ലേ? അന്ന് കോഴി പതിവ് പോലെ കൊത്തി തിന്ന് നടക്കുകയായിരുന്നു. അതിനിടെ പൂവൻ കോഴിക്ക് വഴിതെറ്റി. നിലത്ത് കൊത്തി നടന്നേ, വഴി ശ്രദ്ധിച്ചില്ല. അങ്ങനെ വഴിതെറ്റി. അവൻ കൂട്ടിൽ നിന്ന് വളരെ ദൂരെ പോയായിരുന്നു. പെട്ടെന്നൊരു ശബ്ദം കേട്ട് പൂവൻ കോഴി തലയുയർത്തി നോക്കി. അതാ ഒരു കുറുക്കൻ തൻ്റെ നേരെ ഓടി വരുന്നു. അയ്യോ, ആ കുറുക്കൻ എന്നെ അകത്താക്കും. പൂവൻകോഴി ബുദ്ധിമാനല്ലേ? പൂവൻകോഴി മനസ്സിലായി, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ. പൂവൻകോഴി ചിന്തിച്ചു. അവൻ വേഗത്തിൽ ഓടിയും ഒരുവിധം പറന്ന് ഒരു മതിലിൻ്റെ മുകളിൽ കയറിയിരുന്നു. കുറുക്കന് മതിൽ കയറാൻ പറ്റില്ലല്ലോ, കോഴികൾക്കെല്ലാം പറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പൂവൻകോഴി പറന്ന് ഒരു മതിലിൻ്റെ മുകളിൽ കയറിയിരുന്നു. അപ്പോഴേക്കും കുറുക്കൻ മതിലിനരികിലെത്തി. എന്നിട്ട് കുറുക്കൻ പറഞ്ഞു, ഹായ്, നല്ല ഉരുണ്ട ഒരു പൂവൻകോഴി. ഇവനെ ശാപ്പിട്ടാൽ 2 ദിവസം വിശക്കുകയില്ല. പക്ഷെ മതിലിൻ്റെ മുകളിൽ നിന്ന് ഇവനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം. അതിനെന്താ വഴി? കുറുക്കൻ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചു. പെട്ടെന്ന് കുറുക്കനൊരു ബുദ്ധി തോന്നി. കുറുക്കൻ പറഞ്ഞു, ചങ്ങാതി, നീ എന്തിനാ എന്നെ കണ്ട് പേടിക്കുന്നേ? താഴേക്ക് വരൂ, ഞാൻ ഒന്നും ചെയ്യില്ല. അത് കേട്ടിട്ടൊന്നും നമ്മുടെ പൂവൻകോഴി അനങ്ങിയില്ല. കുറുക്കൻ വിട്ടില്ല. കുറുക്കൻ പിന്നെയും പറഞ്ഞു, പൂവൻകോഴിയും മൃഗരാജാവായ സിംഹവും പക്ഷികളുടെ രാജാവായ കഴുകനും കഴിഞ്ഞ ദിവസം ഒരു സമ്മേളനം നടത്തി. അതായത് ഒരു മീറ്റിംഗ് നടത്തി. അവരെല്ലാം കൂടി ഒരു മീറ്റിംഗ് നടത്തി. ലോകത്ത് സമാധാനം ഉണ്ടാക്കണമെങ്കിൽ ഇനി മുതൽ പക്ഷികളും മൃഗങ്ങളും കൂട്ടുകാരായിരിക്കണം എന്ന് അവർ തീരുമാനിച്ചു. ഇനി പക്ഷികളും മൃഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യില്ല എന്ന് സിംഹമല്ലേ രാജാവ് മൃഗങ്ങളുടെ, സിംഹവും പക്ഷികൾ രാജാവായ കഴുകനും എല്ലാവരും തീരുമാനിച്ചു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കില്ല. ആരെങ്കിലും ഇത് തെറ്റിച്ചാൽ കടുത്ത ശിക്ഷ കിട്ടുമെന്ന് അവർ തീരുമാനിച്ചു. എന്നിട്ട് കുറുക്കൻ കോഴിയോട് ചോദിച്ചു, നീ എന്നോട് മിണ്ടാതിരുന്നാൽ, താഴെ ഇറങ്ങി വരാതിരുന്നാൽ ഞാൻ ഈ കാര്യം രാജാക്കന്മാരെ അറിയിക്കും. അവർ നിനക്ക് കടുത്ത ശിക്ഷ നൽകും. കുറുക്കൻ പയ്യെ കോഴിയെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കാനുള്ള പരിപാടി നോക്കുകയായിരുന്നു. ഈ കള്ളക്കുറുക്കൻ മധുരവാക്ക് പറഞ്ഞ് എന്നെ താഴെ ഇറക്കാനുള്ള ശ്രമമാണ്. ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. കോഴി പറഞ്ഞു, കുറുക്കൻ ചേട്ടാ, ഞാൻ മിണ്ടാതിരിക്കുന്നതല്ല. ദൂരെ നിന്ന് കുറേ പട്ടികൾ ഓടി വരുന്ന കാണാം. അവയെ കണ്ടിട്ട് പേടിച്ചാണ് ഞാൻ മോളിൽ കയറിയിരിക്കുന്നത്. പൂവൻകോഴി നമ്മുടെ കുറുക്കച്ചനോട് പറഞ്ഞു. അത് വെറും പട്ടികളല്ല, വേട്ടപ്പട്ടികൾ, അതായത് ഹണ്ടിങ് ഡോഗ്സ്. പട്ടികളെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പോലെയല്ല. ഈ പട്ടികൾ വളരെ കടിച്ച് പറിച്ച് തിന്നുന്ന മൃഗങ്ങളെയൊക്കെ. വേട്ടപ്പട്ടികൾ എന്ന് കേട്ടപ്പം കുറുക്കൻ ഞെട്ടി. വേട്ടപ്പട്ടികൾക്ക് കുറുക്കന്മാരോട് വലിയ ദേഷ്യമാണെന്ന് അവൻ കേട്ടിട്ടുണ്ട്. കുറുക്കൻ കുറച്ച് വിഷമിച്ചു. ചങ്ങാതി, ഞാൻ പിന്നെ വരാം, അത്യാവശ്യമായി ഒരിടം വരെ പോകാനുണ്ട്. കുറുക്കൻ പേടിച്ച് വിറച്ചു പറഞ്ഞു. പോകല്ല കുറുക്കൻ ചേട്ടാ, ഞാൻ താഴേക്ക് ഇറങ്ങി വരാം, പൂവൻകോഴി പറഞ്ഞു. എനിക്ക് 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 വേട്ടപ്പട്ടികളെ പേടിയാണ്, ഒടുവിൽ കുറുക്കൻ പറഞ്ഞു.
അല്ല, ലോകത്ത് സമാധാനം വരുമെന്നല്ല ചേട്ടൻ പറഞ്ഞത്. കുറച്ചു മുമ്പ് പറഞ്ഞ് തീർത്തിയല്ലേ ഉള്ളൂ. പിന്നെ എന്തിനാ വേട്ടപ്പട്ടികളെ പേടിക്കുന്നത്? പൂവൻകോഴി പറഞ്ഞു. അതെ, പക്ഷേ വേട്ടപ്പട്ടികൾ സമ്മേളനത്തിൽ വന്നില്ലല്ലോ, അതുകൊണ്ട് അവർക്കതിനെപ്പറ്റി അറിയില്ല. പേടിച്ചുകൊണ്ട് കുറുക്കൻ പറഞ്ഞു. കുറുക്കൻ്റെ പേടിച്ചുള്ള ഓട്ടം കണ്ട് നമ്മുടെ പൂവൻകോഴി പൊട്ടിച്ചിരിച്ചു. കൂട്ടുകാർക്കെന്ത് മനസ്സിലായ കഥയെന്ന്? നമ്മൾ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടും. ഇവിടെ പൂവൻകോഴിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ലേ? പക്ഷെ പൂവൻകോഴി കരയോ ബുദ്ധിമുട്ട് വരുമ്പോൾ വിഷമിച്ച് നിൽക്കുകയോ ചെയ്തില്ല. ഉടനെ ബുദ്ധി ഉപയോഗിച്ച് ആ വിഷമത്തിൽ നിന്ന് പുറത്തു വന്നു. അതുപോലെ കൂട്ടുകാരും ജീവിതത്തിൽ വിഷമം വരികയാണെങ്കിലോ ബുദ്ധിമുട്ട് വരികയാണെങ്കിലോ കരയാതെ പതറാതെ ആലോചിച്ച് തീരുമാനമെടുത്ത് അതിൽ നിന്ന് പുറത്താകണം.